ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു ക്വിക്ക് ആൻഡ് ഈസി ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി വേഗം പറയാൻ പോവുകയാണേ. എനിക്ക് അത്ര സ്പീഡിൽ സംസാരിക്കാൻ അറിയില്ല, പക്ഷേ നിങ്ങൾ ഇത് കേട്ട് നോക്കണേ. അപ്പോൾ ഇതിന് സ്റ്റവ് കത്തിക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണ് ആദ്യം കാണിച്ചത്. ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് ചൂടായി വരുമ്പോഴേക്കും കുക്കർ ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തോട്ട് ഗീയും സൺഫ്ലവർ ഓയിലുമാണ് ഞാൻ ഒഴിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പക്ഷേ ഈ ഗീ ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ ടേസ്റ്റ് കിട്ടുള്ളേ. അപ്പോൾ ഗീ മിസ് ചെയ്യാണ്ട് അത് ഒഴിക്കുക. ബാക്കി ഏത് ഓയിൽ വേണമെങ്കിലും ഒരു മിക്സപ്പായിട്ട് ഒഴിക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിനകത്തോട്ടിടും. ഇതിന് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണോ അതനുസരിച്ചിട്ട് റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ട് കുറച്ച് കുത്ത് വരാത്ത രീതിയിൽ എടുത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, പച്ചമുളക് ഇട്ടൊന്ന് സോട്ടായതിന് ശേഷം നമ്മൾ സവാള ഇടുക. സവാള ഇട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളുടെ മറ്റേ തക്കാളി ഇടും. തക്കാളി ഇട്ടിട്ട്, തക്കാളിയാണല്ലോ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ. ഞാനൊരു 4 തക്കാളിയോളം എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് മൂടി വെക്കുക. കുക്കർ അടച്ച് ഭയങ്കര ടൈറ്റായിട്ട് അടക്കണ്ട, ജസ്റ്റ് ഒന്ന് മുകളിൽ വെച്ചിട്ട് ഒന്ന് വഴണ്ട് വരുമ്പം നമ്മളുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര കുത്ത് ചോയായിട്ട് വരുവേ. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് ഒന്ന് സോർട്ടായി വരുമ്പോഴേക്കും നമുക്ക് റൈസ് വൃത്തിയാക്കി കഴുകി വെച്ച റൈസ്, അത് ബസ്മതി ലോങ് റൈസ് എടുക്കാം, സ്മോൾ റൈസ് എടുക്കാം. ഞാനിവിടെ സ്മോൾ റൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. സ്മോൾ റൈസ് ഇട്ടിട്ട് ഞാനൊരു 2 ഗ്ലാസ് റൈസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. 2 ഗ്ലാസ് റൈസ് ആണെങ്കിൽ ഒരു 2.5 അല്ലെങ്കിൽ ഒരു 2.25 ഗ്ലാസ് ഒരു ഇച്ചിരി തിളപ്പിച്ച വെള്ളം വേണേ, ചൂടുവെള്ളം വേണം, അല്ലാണ്ട് ഉള്ള വെള്ളം പച്ചവെള്ളം ഒഴിക്കരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് ഒഴിച്ച് ഉപ്പൊക്കെ ഒന്ന് പാകത്തിനാണോ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കുക. ഒരേ ഒരു വിസിൽ കേട്ട് കഴിയുമ്പം നമ്മളുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കണം.